ക്രിസ്തുവിൽ പ്രിയരെ, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം. നീമതി യേശു യൂട്യൂബ് ചാനലിലെ വേദപുസ്തക പഠനത്തിലേക്ക് ഇവരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ഇന്ന് നാം പ്രവേശിക്കുന്നത് 65-ാമത്തെ ഭാഗത്തിലേക്കാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു, കേൾക്കുക. മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും, സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഇന്ന് ഞങ്ങൾ പഠിക്കുവാൻ പോകുന്ന വെളിപ്പാട് പുസ്തകത്തിൻ്റെ ചിന്തകൾക്കായി സ്തോത്രം. യേശുവേ, അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പഠനത്തിൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരണമേ നാഥ. കർത്താവെ, വചനത്തിൻ്റെ ശരിയായ പൊരുളുകളെ ധ്യാനിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ ഒരുക്കി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശ്രോതാക്കളെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കരം നിൻ്റെ മക്കളോട് കൂടിയിരിക്കട്ടെ. യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. 65-ാം ഭാഗം വെളിപ്പാട് പുസ്തകം 12, 8, 9 വാക്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു നിർത്തിയത് ഒരു വലിയ യുദ്ധത്തെക്കുറിച്ചാണ്. സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. അതിലൂടെ പിശാചിനെ ശൂന്യാകാശത്തിലേക്ക് തള്ളുന്നു. അവിടെ നിന്ന് ഭൂമിയിലേക്ക്, ഏറ്റവും ഒടുവിലായി ഭൂമിയിൽ നിന്നും നിത്യ നരകാഗ്നിയിലേക്ക് അഥവാ പാതാളത്തിലേക്ക്. ഇവിടെ സാത്താൻ്റെ തോൽവിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓർക്കുക, സാത്താനല്ല ഈ യുദ്ധം കൊണ്ടുവന്നത്. പകരം ഈ യുദ്ധം കൊണ്ടുവന്നത് മിഖായേലും അനുയായികളും സാത്താനെ തകർക്കുവാനായി ദൈവത്തിൻ്റെ കൽപ്പനയാൽ പടവെട്ടുവാൻ വേണ്ടിയാണ് ഇത് അവിടെ അരങ്ങേറുന്നത്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം പിശാചിനെതിരായിട്ട് പടപൊരുന്നത് മിഖായേലും അവൻ്റെ അനുയായികളും, ആ ദൂതൻ്റെ അനുയായികളും. സാത്താന് സ്വർഗത്തിൽ സ്ഥാനം അഥവാ സ്ഥലം ഇല്ലാതെയാകുവാൻ വേണ്ടിയായിരുന്നു ഈ യുദ്ധം സ്വർഗത്തിൽ അരങ്ങേറുന്നത്. എന്നേക്കുമായി സാത്താനെ അവിടെ നിന്നും അകറ്റുവാൻ, ആ സ്വർഗീയ സ്ഥലത്തു നിന്ന് അവനെ മാറ്റുവാൻ വേണ്ടിയുള്ള യുദ്ധമെന്ന് കാണുവാൻ കഴിയും. പഴയ സർപ്പം അഥവാ പഴയ സർപ്പത്തിന് നൽകപ്പെട്ടിട്ടുള്ള വെളിപ്പേരുകളാണ് പിശാച്, സാത്താൻ, മഹാസർപ്പം. പഴയ സർപ്പമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹൗവയെയും വീഴ്ത്തിച്ച, പാപം ചെയ്യുവാൻ പ്രേരിപ്പിച്ച പഴയ സർപ്പം അഥവാ പഴയ പാമ്പ്. ഇതിന് നൽകപ്പെട്ടുള്ള പേരാണ് ശേഷം പിശാച്, അതുപോലെ തന്നെ സാത്താൻ, മഹാസർപ്പം. ഇവയെ യുദ്ധത്തിലൂടെ പുറത്താക്കപ്പെടുകയാണ്. ലോകത്തെ വഞ്ചിച്ച പിശാച് ഇത് തന്നെയാണ് അന്നും ഇന്നും. സാത്താനോടുകൂടെ അനുയായികളെയും പുറത്താക്കപ്പെടുകയാണ്. സാത്താനോടൊപ്പം എത്രയധികം അനുയായികൾ ഉണ്ടായോ അത്രയും പേര് സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ്. ഇവിടെ ഒരു പുതിയ ചിന്ത ദൈവം അഥവാ വേദപുസ്തകം നമുക്ക് നൽകുന്നത്, പിശാച് ചെയ്യുന്നത് ക്രിസ്ത്യാനിത്വത്തിന് വിരുദ്ധമായ പ്രവർത്തനം അല്ല. പിശാചിന് സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടിയുമല്ല പിശാച് പ്രവർത്തിക്കുന്നത്. പകരം പൈശാചികമായ വിഗ്രഹ ആരാധനകളെയും അതുമായി ബന്ധപ്പെട്ട തൻ്റെ ആധിപത്യത്തെയും തകർക്കുന്നതിനെതിരായിട്ടാണ് തൻ്റെ പോരാട്ടം. ആമേൻ. അപ്പോൾ പൗരാണിക കാലം തുടങ്ങിയ വിഗ്രഹ ആരാധനകളും അതിലൂടെയുള്ള പിശാചിൻ്റെ ആധിപത്യവും അതിനെ തകർക്കുന്ന ശക്തിക്കെതിരായിട്ടുള്ള പ്രവർത്തനമാണ് പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ, ഞാൻ ഒരു വിഗ്രഹ ആരാധിയാണ്, ഞാൻ വിഗ്രഹ ആരാധന ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എന്നിൽ പിശാചിൻ്റെ ആധിപത്യം പൂർണ്ണമായിട്ട് എന്നിലുണ്ട്. അപ്പോൾ ഒരു സുവിശേഷകൻ വിശുദ്ധ വേദപുസ്തകവുമായി കടന്നു വന്ന് സുവിശേഷം എന്നോട് പറയുകയാണ്. ആ സുവിശേഷത്തിലൂടെ എന്നിലുള്ള ആ വിഗ്രഹ ആരാധന എന്നേക്കുമായി തകർക്കുകയാണ്. എന്നിൽ കുടികൊണ്ടിരിക്കുന്ന പിശാചിൻ്റെ ആധിപത്യത്തെ
പൂർണ്ണമായി ഈ സുവിശേഷകൻ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലൂടെ എന്നെ തകർക്കുകയാണ്. അപ്പം എന്നിലെ ആ ശക്തിയെ തകർത്ത് കളയുമ്പോൾ പിശാച് എന്നേക്കുമായി വയലൻ്റ് ആകുകയാണ്. ഇതാണ് ഈ ലോകത്തിൽ സംഭവിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കാണെന്ന് വിശ്വസിക്കുന്നു. പിശാച് ഒരിക്കലും സ്വർഗത്തിലൊരു സ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ക്രിസ്ത്യാനിത്വത്തിന് എതിരുമല്ല. പക്ഷെ എവിടെയാണോ പിശാചിൻ്റെ കോട്ടകൾ തകർക്കപ്പെടുന്നത് അവിടെ പിശാച് പ്രവർത്തിക്കും. ആമേൻ. അതുകൊണ്ടാണ് പണ്ടത്തെ പൂർവ്വകാലത്തെ ആളുകളും ഇന്നുമുണ്ട്. എവിടെയൊക്കെ നാം പിശാചിൻ്റെ കോട്ടകൾ തകർക്കുവാൻ ചെല്ലുന്നു അവിടെ പിശാച് നമുക്കെതിരായിട്ട് ഒരുപാട് പ്രവർത്തിക്കും എന്നുള്ളതാണ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിശാചിൻ്റെ കോട്ടകളുള്ള ചില കുടുംബങ്ങൾ, ചില വ്യക്തികൾ അവിടേക്ക് പോയി പിശാചിനെ ആട്ടിപ്പുറത്താക്കി അതിനെ തകർത്ത് അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്ന് അതിന് ശേഷം ഞങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം വരത്തില്ല. ഭയങ്കരമായി പിശാച് ഞങ്ങളെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കും. ചില സമയങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കൈ ഉയർത്തുവാൻ കഴിയുകയില്ല. അപ്പോൾ അത്രയധികം പിശാച് ഉപദ്രവിക്കും എന്നുള്ളത് തന്നെയാണ്. ഇതിനൊക്കെ ഞങ്ങൾ ഓവർകം ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ ശക്തിയാലാകുന്നു, ക്രിസ്തു നൽകുന്ന ബലത്താലാകുന്നു. പിന്നെ ഒരുപാട് സമയം ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ഈ ശക്തിയെ അകറ്റുക പതിവാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ. അപ്പോൾ പിശാച് എപ്പോഴും ലക്ഷ്യമിടുന്നത് പിശാചിൻ്റെ ആധിപത്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ, ഒരു സമൂഹത്തെ നാം എപ്പോഴെങ്കിലും അവരെ സുവിശേഷം നൽകി, സുവിശേഷത്തെ വെളിച്ചം നൽകി അവരിലെ ആ പിശാചിൻ്റെ ആധിപത്യത്തെ തകർക്കുവാൻ ശ്രമിക്കുന്നു എങ്കിൽ ആ നിമിഷം പിശാച് നമുക്കെതിരായിട്ട് ആക്രമണം അഴിച്ചുവിടുമെന്നുള്ളത് തന്നെയാണ്. ഈ ഒരു സത്യം നാം ഒരിക്കലും മറന്നു പോകരുത്. 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പിശാച് അഥവാ സാത്താൻ എന്നത് ഒരു അടയാളമോ ഒരു പുരാണമോ അല്ല, ഒരു പുരാണ കഥയോ അല്ല എന്ന് കാണുവാനായി സാധിക്കും. 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇന്ന് കുട്ടികൾക്കൊക്കെ വലിയ ഒരു ചിന്തയുണ്ട്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ പിശാചുണ്ടോ? ഇതൊക്കെ വാസ്തവമാണോ? ഭൂതമെന്ന് പറയുന്നതുണ്ടോ? സാത്താനുണ്ടോ? ഇതെങ്ങനെ നമുക്ക് അറിയുവാനായി സാധിക്കും? ഇതൊരു ചോദ്യമാണ്. അപ്പോൾ വചനം നാം വായിക്കുമ്പോൾ പിശാച് അഥവാ സാത്താൻ എന്നൊരു അടയാളം, ഒരു സിമ്പൽ അല്ല. അത് പിന്നെ ഇതൊരു പുരാണ കഥയുമല്ല. ഇപ്പം നമ്മൾ ഒരുപാട് ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അപ്പോൾ അതിലൊക്കെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. അതുപോലെ ഇത് നമ്മൾ ബൈബിൾ പറഞ്ഞത് അങ്ങനെയുള്ളൊരു സ്റ്റോറിയല്ല, ഒരു പുരാണ കഥയോ ഇതിഹാസമോ ഒന്നുമല്ല. പകരം സാത്താൻ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇത് നാം മറന്നുപോയി. സാത്താൻ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഇഫ് ദർ ഈസ് എ ഗുഡ് പവർ ആൻഡ് ദ അതർ സൈഡ് ഈസ് ദർ വിൽ ബി ഈവിൽ പവർ. ഒരു ഭാഗത്ത് ഒരു നല്ല ശക്തി ഉണ്ടെങ്കിൽ മറുഭാഗത്ത് ദുഷ്ടശക്തി ഉണ്ടാകും. ഒരു ഭാഗത്ത് പ്രകാശമുണ്ടെങ്കിൽ മറുഭാഗത്ത് അന്ധകാരം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ അന്ധകാരമില്ല എങ്കിൽ പ്രകാശത്തിന് യാതൊരു മഹത്വവും ഇല്ല. തിന്മ ഇല്ല എങ്കിൽ നന്മയ്ക്ക് ആ ഒരു പ്രയോറിറ്റി വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇത് രണ്ടും നിലനിൽക്കുമ്പോഴാണ് രണ്ടിനെയും കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. തിന്മ ഉണ്ടെങ്കിലും നന്മയെക്കുറിച്ചുള്ള കാര്യം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇത് എത്തിക്സാണ്. വാസ്തവത്തിൽ വേദപുസ്തകം പറയുന്നതും നമുക്കിത് അനുഭവിച്ചറിയുവാൻ കഴിയുന്നത് സാത്താൻ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ ഈ സാത്താൻ എന്ന് പറയുന്നത്, എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക, സാത്താൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൂതനായിരുന്നു. എന്നാൽ സ്വന്തം അഹങ്കാരത്താൽ അവൻ നാശം കൈവരിക്കുകയായിരുന്നു. അപ്പോൾ സ്വന്തമായി അഹങ്കരിച്ചതിലൂടെ അവനെ എന്നേക്കുമായി പുറത്താക്കപ്പെടുകയാണ്. പുറത്തു വന്ന അവൻ എന്താണ്? ദൈവത്തിൻ്റെ ജനത്തെ കയ്യിലെടുക്കുകയാണ്. കയ്യിലെടുത്ത് ഓരോ ദുർബല ഹൃദയങ്ങളെ അവൻ സ്വന്തമാക്കുകയാണ്. വീടുകളോട് സഞ്ചരിച്ച്, വ്യക്തികളിലൂടെ സഞ്ചരിച്ച്, മക്കളിലൂടെ സഞ്ചരിച്ച്, ദേശത്തൂടെ സഞ്ചരിച്ച് ഓരോ ഹൃദയങ്ങളെ വിലയ്ക്ക് വാങ്ങി അവിടെ ആധിപത്യം സ്ഥാപിച്ച് അവനെക്കൊണ്ട്, അവളെക്കൊണ്ട്, ആ കുടുംബത്തെ കൊണ്ട്, ആ സമൂഹത്തെ കൊണ്ട് പലതും ചെയ്യുവാൻ അവരെ കൊണ്ട് പ്രേരിപ്പിച്ചു. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഉൾഗ്രാമങ്ങൾ, പ്രത്യേകിച്ച് ട്രൈബൽസ് വസിക്കുന്ന ഗ്രാമങ്ങളിലൊക്കെ കാണുവാൻ കഴിയുന്ന ഇതാണ്. ഒന്നുമില്ല, അവർക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയെ സ്വന്തമാക്കി പിശാച് കയ്യിലെടുക്കും.
ആ വ്യക്തിയിലൂടെ മറ്റുള്ളവരെ വിളിച്ചിരുത്തി നമുക്ക് എന്താണ് ഇവിടെ ഒരു വിഗ്രഹ ആരാധന നമുക്ക് തുടങ്ങണം. ഇപ്പോൾ ഒരു കല്ലെടുത്ത് വയ്ക്കുന്നു, അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ ഒരു ശിഖരം കൊണ്ട് വയ്ക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ വൻ വൃക്ഷമായിരിക്കും, അതിൻ്റെ ചുവട്ടിൽ എന്താണ് കുറച്ച് ഇലകളൊക്കെ കൊണ്ട് അലങ്കരിച്ച് അവിടെ കുറച്ച് പൂജയൊക്കെ ചെയ്യാമെന്ന് ഒരാളിലൂടെ മറ്റുള്ള അത് കഴിഞ്ഞ് തലമുറകളിൽ അതിലേക്ക് വന്ന് പങ്കുചേരും. ഇങ്ങനെ ഒരു വ്യക്തിയിൽ തുടങ്ങി പിന്നെ കുടുംബത്തിലൂടെ ഒരു സൊസൈറ്റി, ഒരു ഗ്രാമത്തെ മുഴുവനും പിശാച് വിലക്കെടുക്കുകയാണ്. ഇത് പെട്ടെന്നുണ്ട് ഒരു ദിവസം ഉണ്ടാകുന്നതല്ല, വളരെ സ്ലോ പ്രോസസ്സാണ്, എന്നാൽ സ്റ്റഡി പ്രോസസ്സാണ്. വളരെ സ്റ്റഡി ആയിട്ടുള്ള, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തന്ത്രമാണ് പിശാച് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് ഒരുപാട് ഗ്രാമങ്ങളെ, ജനത്തെ, കുടുംബങ്ങളെ പിശാച് വിലക്കെടുത്ത് അവിടെ പിശാച് ആധിപത്യം സ്ഥാപിക്കുന്നത്. ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മറുവശം കൂടെ പറയാം. സുവിശേഷം എങ്ങനെയാണ് ആധിപത്യം സ്ഥാപിക്കുന്നത്? സെയിം പ്രോസസ്സ്. പിശാച് ഏത് രീതിയിലാണ് വെച്ചാൽ അതേ പ്രോസസ്സ് തന്നെയാണ്. ഒരു സുവിശേഷം, ഒരു മിഷണറി ഒരു ഗ്രാമത്തിൽ പോകുന്നു, ഓരോരുത്തരായിട്ട് ഒരാളിനോട് സുവിശേഷം പറയുന്നു. അപ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് സുവിശേഷത്തിൻ്റെ വിത്തുകൾ പാകുന്നു. പിന്നെ അവൻ്റെ കുടുംബത്തിലേക്ക്, അയൽവാസിലേക്ക്, ഒരു ഗ്രാമത്തിലേക്ക്. രണ്ട് പ്രോസസ്സും സെയിം പാറ്റേണിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് പിശാച് ദൈവത്തെ സ്വർഗത്തിൽ നിന്നും അകറ്റപ്പെട്ട അഹങ്കാരത്തെ ദൈവം തള്ളിക്കളഞ്ഞ, ഉപേക്ഷിച്ച ഒരു ദൂതനാകും. മറുഭാഗത്ത് ദൈവം അംഗീകരിക്കപ്പെട്ട ദൂതന്മാരാൽ നടക്കുന്ന സത്യസുവിശേഷത്തിൻ്റെ ആ ഒരു വലിയ പ്രഭാവം, വലിയൊരു പ്രവർത്തനം. അപ്പം അതുകൊണ്ട് ഒരിക്കലും മറന്നുപോയത് സാത്താൻ എന്നത് ഈ ലോകത്തിലെ ഒരു യാഥാർത്ഥ്യമാണ് എന്ന കാര്യം മറന്നു പോകരുത്. പലപ്പോഴും ഈ പിശാച് നമ്മെ വിലക്കെടുക്കുവാനായിട്ട് വരും. ഒരു വ്യക്തിയിലൂടെ ആകാം, ഒരു പേഴ്സണിലൂടെ ആകാം നമ്മെ വിലക്കെടുക്കുവാനായിട്ട്. ഒരു നല്ലൊരു വിത്തായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കുന്നത്. നമ്മളറിയാതെ ആ വിത്ത് വിതയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ നില ഒരുക്കി കൊടുക്കുന്നത് നാമാണ്. പിശാച് നില ഒരുക്കുവാൻ കഴിയത്തില്ല. അപ്പം പിശാച് വിതയ്ക്കുന്ന വിത്ത് നമ്മുടെ ഹൃദയമാകുന്ന ആ ഒരു നിലത്തിൽ അത് മുളച്ചു വരാതെ വണ്ണം ശ്രദ്ധിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും കടമയാണ്. അത് എവിടെയും വെച്ച് സംഭവിക്കാം. ഈവൻ നമ്മുടെ കലാലയങ്ങളിൽ വെച്ചാകാം, ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആകാം, സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിലൂടെ ആകാം പിശാച് നമ്മിലൊരു വിത്ത് വിതയ്ക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ സംഭവിക്കുന്ന ഒരു ഇഷ്യൂ ആകാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി സംഭവിക്കുന്ന ഒരു ഇഷ്യൂ ആകാം, ജോലി സ്ഥലത്തൊരു ഇഷ്യൂ ആകാം. പിശാച് ഒരു ചെറിയ വിത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് വിതയ്ക്കും. ഈ നിലത്തിൽ, ഈ നിലം ആ വിത്തിന് സ്വീകരിക്കുവാൻ തക്ക ഒരുക്കമുണ്ടെങ്കിൽ അവിടെ കിടന്ന് എന്തു ചെയ്യും? ഈ വിത്ത് മുളയ്ക്കും, അത് വളരും, ശിഖരങ്ങളാകും. കുറേ കഴിയുമ്പോൾ നാം പിശാചിന് അധീനപ്പെട്ട് പിശാച് പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൻ്റെ ആധിപത്യം അവൻ ഏറ്റെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് പിശാച് ഒരു വ്യക്തിയിലൂടെ, ഒരു കുടുംബത്തിലൂടെ ദേശത്തെ അതിൻ്റെ ആധിപത്യം പിടിച്ചെടുക്കുവാനായിട്ട് പിശാച് ശ്രമിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ്. മറുഭാഗത്ത് ഇതുപോലെ തന്നെ ദൈവം തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി സകലരെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ദൈവം മറുഭാഗത്ത് പ്രവർത്തിക്കുകയാണ്. അപ്പം അതും ഒരു വ്യക്തിയിലൂടെ ആകും, ഒരു മിഷണറിയിലൂടെ, ഒരു മിഷണറി കുടുംബത്തിലൂടെ, ഒരു ദൈവദാസനിലൂടെ, ഒരു വിശ്വാസിയിലൂടെ. പിശാച് ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ള ഹൃദയങ്ങളെ അത് ബ്രേക്ക് ചെയ്ത് അതിനെ പ്രാർത്ഥനയിലൂടെയും ജാഗ്രതയിലൂടെയും ഉണർത്തുതലിലൂടെയൊക്കെ അവരെ എന്ത് ചെയ്യാണ്? ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ അപ്പം ഇത് രണ്ടും ഒരുപോലെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോഴും ഇത് രണ്ട് ശക്തിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയെങ്കിൽ നിലവിൽ പിശാച് ദൈവത്തിൻ്റെ ശത്രുവാകുന്നു. അപ്പം നാം മനസ്സിലാക്കേണ്ടത്, ഈ രണ്ട് ശക്തിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാച് ദൈവത്തിൻ്റെ ശത്രുവാകുന്നു. കാരണം ദൈവം തൻ്റെ ശ്വാസം നൽകി ജീവൻ നൽകിയ മനുഷ്യൻ. അപ്പം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് മൂക്കിൽ ജീവശ്വാസം ഊതി. ദൈവത്തിൻ്റെ പ്രാണനാണ്, ദൈവത്തിൻ്റെ ജീവനാണ് എന്നിലും നിങ്ങളിലും ഉള്ളത്. ഈ വ്യക്തിയെ നശിപ്പിക്കുവാൻ ദൈവം ഒരു ശക്തിക്കും അനുവാദം കൊടുക്കുന്നില്ല. അങ്ങനെ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആ ദൈവത്തിൻ്റെ പ്രാണനുള്ള മനുഷ്യനെ നശിപ്പിക്കുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ
അവിടെ ആധിപത്യം സ്ഥാപിക്കുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ അവിടെ പിശാച് ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു എന്നുള്ളതാണ്. പിശാച് എപ്പോഴാണോ ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നത്, ദൈവമക്കളുടെയും ശത്രു പിശാച് തന്നെയാണ്. അത് നാം ഒരിക്കലും മറന്നു പോകരുത്. മാത്രമല്ല, പിശാച് തുടർച്ചയായി ദൈവിക പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുക, തുടർച്ചയായി. അതായത് ഞാൻ ഒരു വീട്ടിൽ ചെല്ലുകയാണ്, സുവിശേഷം പറയുവാനായിട്ട് ഒരു വീട്ടിൽ ചെല്ലുകയാണ്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലെ ഒരു ഗ്രാമത്ത് ഞാൻ ആദ്യമായി സുവിശേഷം പറയുവാനായിട്ട് ഒരു വീട്ടിൽ പോകുന്നെന്ന് കരുതി. ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ വീട്ടിൽ മുൻകൂട്ടി വിളിച്ച് പറയും, നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പോൾ സമയം ചോദിച്ചായിരിക്കും ചിലപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നത്. പോകുന്ന വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കും പിശാച്. ഒന്നുകിൽ ഒരു ആക്സിഡൻ്റ് ആകാം, അല്ലെങ്കിൽ വണ്ടി ടയർ പഞ്ചറാകുന്നതാകാം. എന്തെങ്കിലും പിശാച് ഇങ്ങനെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഈ സുവിശേഷം, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും ആ ഹൃദയത്തിൽ ചെന്നെത്തരുത്, ആ വീട്ടിൽ ചെന്നെത്തരുത്, ആ ഗ്രാമത്തിൽ പോയി എത്തരുത്. അതിനുവേണ്ടി ഏത് തരത്തിലുള്ള തന്ത്രങ്ങളും പിശാച് ഒരുക്കുമെന്നുള്ളത് തന്നെയാണ്. ഇന്നും സഭകളിലും വ്യത്യസ്തമല്ല. ഇന്ന് നാം ആരാധിക്കുന്ന, നാം ചെല്ലുന്ന പള്ളികളിലും ഇടവകളിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ശരിയായ ശുശ്രൂഷകൾക്ക് സ്ഥാനമില്ല എന്ന് പറയുവാൻ കാരണം എന്താണ്? പിശാച് ഇടർച്ച വരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ, ദൈവവചനം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നവർ, ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്തുകൾ ശരിയായി വിതയ്ക്കപ്പെടുന്നവർക്കെതിരായി പിശാച് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവിക പ്രവർത്തനങ്ങൾക്ക് പിശാച് ഇന്നും തടസ്സം സൃഷ്ടിക്കുന്നു. എന്നാൽ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, പിശാച് ദൈവത്തിൻ്റെ അധികാര പരിധിക്കുള്ളിലാണ്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, പിശാച് ദൈവത്തിൻ്റെ അധികാര പരിധിയാണ്. കാരണം ലോകം സൃഷ്ടിച്ചത് ദൈവമാണ്. ഒരപ്പൻ ഒരു മനോഹരമായ ഭവനം വച്ച് വിവാഹം കഴിഞ്ഞ് മക്കളൊക്കെയായി ആ വീട്ടിലെ തൻ്റെ ഭാര്യയും തൻ്റെ മക്കളും എന്ന് പറയുന്നത് ആ പിതാവിൻ്റെ അധികാര പരിധിയിലാണ്. ആ വീട്ടിൽ എത്രത്തോളം താമസിക്കുന്ന അത്രത്തോളം അധികാര പരിധിയാണ്. അപ്പം പിശാച് ഭൂമിയിൽ എത്ര നാൾ പാർക്കുന്നുവോ, ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ പാർക്കും അത്രയും നാൾ പിശാച് ദൈവത്തിൻ്റെ അധികാര പരിധിക്കുള്ളിലാകുന്നു. അപ്പം ദൈവത്തെ ഓവർകം ചെയ്ത്, അതിനെ തരണം ചെയ്ത് വേറെ ഒന്നും ചെയ്യാൻ പിശാചിനെ കൊണ്ട് കഴിയത്തില്ല. ദൈവം അറിയാതെ പിശാചിന് ഒന്നും പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്നാണ് ചുരുക്കമായി ഞാൻ പറയുന്നത്. മാത്രമല്ല, ദൈവം അവന് ചെയ്യുവാൻ അനുവദിച്ചിട്ടുള്ളത് മാത്രമേ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അത് ദൈവമക്കൾക്ക് എന്നും ഒരു ശക്തി നൽകുന്ന ഒന്നാണ്. ദൈവം അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റും. ദൈവം അനുവദിച്ചിട്ടുള്ളത് മാത്രമേ പിശാചിന് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ആ അധികാര പരിധി ദൈവം കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. സോ വൈ ഷുഡ് വി ഫിയർ ഈവിൽ വർക്ക്സ്? പിന്നെ എന്തിന് നാം പിശാചിൻ്റെ ശക്തി ഭയപ്പെടണം? പ്രിയമുള്ളവരെ, ദൈവത്തോടൊപ്പം നിൽക്കുക, ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുക. ഒരിക്കലും പിശാചുമായി കോംപ്രമൈസ് ചെയ്യരുത് ലൈഫിന്. നിങ്ങളുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവെങ്കിൽ ഒരിക്കലും ഈ ആത്മാവ് ഉള്ളിലുള്ളത്തോളം കാലം പിശാചുമായി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പോകരുത്. ചിലപ്പോൾ ഒരു സ്ഥാനമാകാം, ഒരു അധികാരമാകാം, സമ്പത്താകാം, ഒരു ജോലിയാകാം, അല്പഭൂമിയാകാം. ഒരിക്കലും പിശാചുമായി കോംപ്രമൈസ് ചെയ്യരുത്. ദൈവത്തെ വിൽക്കുന്നവരായി തീരരുത്. സത്യത്തെയും നീതിയെയും വിൽക്കുന്നവരായി നാം തീരരുത്. അവസാന ശ്വാസം വരെ ദൈവത്തിനായി നിലകൊള്ളുക. ഈ ഭൂമിയിലുള്ളത് ഒരുപാട് നമുക്ക് നഷ്ടപ്പെട്ടേക്കാം, പിശാച് നഷ്ടപ്പെടുത്തിയേക്കാം. ഈ ലോകത്തിൽ നമുക്കുള്ള ഒരുപാട് നന്മകളെ അവൻ തകർത്തേക്കാം, ഇയ്യോബിനെ തകർത്തതുപോലെ. പക്ഷേ പിശാചുമായി ഒരു കോംപ്രമൈസും ചെയ്യരുത്. അതാ വേദപുസ്തകം പറയുന്നത്. അവസാനത്തോളം വരെ നീ സഹിച്ചു നിന്നാൽ നീ രക്ഷപ്പെടും, നിത്യതയിൽ പ്രവേശിക്കും. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, കോംപ്രമൈസിങ് ലൈഫ്. പിശാചിൻ്റെ പ്രവർത്തനങ്ങളുമായി ഒരു ചെറിയ നന്മയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ വിൽക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവിനെ വിറ്റ് ശത്രുവിൻ്റെ കയ്യിൽ കൊടുക്കുന്ന ഒരു ചിത്രം. ദൈവം അതിനായിട്ടല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ജോലിസ്ഥലത്ത് അങ്ങനെ ഉണ്ടാകാം,
നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി അങ്ങനത്തെ സാഹചര്യം ഉണ്ടാകാം. അവിടെയൊക്കെയാണ് ദൈവം നോക്കിക്കാണുന്നത്. പ്രിയമുള്ളവരെ, അപ്പൻ ആഗ്രഹിക്കാത്ത തലത്തിലേക്ക് മക്കൾ ഒരു എഗ്രിമെൻ്റ് ചെയ്യാൻ പോകരുത്. ഒരു വീട്ടിലെ അപ്പൻ ആഗ്രഹിക്കാത്തവരുമായി, ഒരു വീട്ടിലെ അപ്പൻ ഇഷ്ടപ്പെടാത്തവരുമായി എഗ്രിമെൻ്റ് ചെയ്യുവാൻ, ഒപ്പുവയ്ക്കുവാൻ മക്കൾ ഒരിക്കലും പോകരുത്. കാരണം അപ്പന് അറിയാം എന്ത് നല്ലത് എന്ന്. എൻ്റെ മക്കൾക്ക് എന്ത് നല്ലത്, അവൻ എവിടെയാണ് എഗ്രിമെൻ്റ് സൈൻ ചെയ്യേണ്ടത്, അത് അപ്പനറിയാം. അപ്പൻ ആഗ്രഹിക്കാത്ത സ്ഥലത്ത് പോകരുത്. പ്രിയമുള്ളവരെ, പിശാച് പലപ്പോഴും സമ്മതപത്രവുമായി നമ്മുടെ അടുക്കിലേക്ക് വരും ഒപ്പിട്ട് കൊടുക്കുവാൻ. സോ ബി കെയർഫുൾ, ബി കെയർഫുൾ. യോബിൻ്റെ പുസ്തകം 1:6, 2:7 വായിക്കുമ്പോൾ പിശാചിൻ്റെ പേര് അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. പിശാചിൻ്റെ പേരിന് മറ്റൊരു പേരിവിടെ നൽകപ്പെട്ടിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 12:10 വായിക്കുമ്പോൾ അപവാദി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിശാചിന് കൊടുത്ത പേര് അപവാദി, അപവാദം പറയുന്നവൻ. അക്യൂസർ എന്നാണ് നൽകപ്പെട്ടത്, അപവാദം പറയുന്നവൻ. പ്രിയമുള്ളവരെ, ഈ അപവാദം പറയുക എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് നോക്കിക്കാണുവാനായി സാധിക്കും. അപവാദം പറയുക, ദൈവിക പ്രവർത്തനങ്ങൾക്ക് വിരോധമായ അപവാദം പറഞ്ഞുണ്ടാക്കുക. ഈ കൊറോണ കാലത്തൊക്കെ നമുക്കറിയാം, പ്രത്യേകിച്ചും ആ ഒരു പീരീഡിലൊക്കെ ഒരുപാട് അപവാദങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയാസിലൂടെ കണ്ടും കേട്ടുമൊക്കെ വന്ന്. ദൈവങ്ങളെവിടെ, ദൈവങ്ങളെവിടെ, പ്രാർത്ഥിച്ച് സുഖപ്പെടുത്താത്തത് എന്താണ്, ദൈവങ്ങൾ എവിടെ പോയി ഒളിച്ചു. ഇത് പറയുന്ന മനുഷ്യൻ തൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കിയാൽ മതിയായിരുന്നു ഈ ദൈവത്തെ കാണാൻ, ഈ ശ്വാസത്തെ നിലനിർത്തുന്ന ദൈവത്തെ കാണാനായിട്ട്. എൻ്റെ കാഴ്ചപ്പാട് അതാണ്. ദൈവം ഒരുവനേ ഉള്ളൂ. ഒരുപാട് ജാതി മതങ്ങളൊക്കെ ഈ ലോകത്തിലുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കും. ദൈവം ഒരുവനേ ഉള്ളൂ. അപ്പം നാം ചോദിക്കുകയാണ്, ആൾ ദൈവങ്ങളെവിടെ, ദൈവങ്ങളെവിടെ? ഇന്നലെയിൽ പഠിപ്പിച്ച ഗുരുക്കന്മാരെവിടെ? ദേ ആർ ആൾസോ ഹ്യൂമൻ ബീയിങ്. ഈ പഠിപ്പിക്കുന്ന ഞാനും ഒരു മനുഷ്യനാണ്, ശരിയല്ലേ? ഈ പഠിപ്പിക്കുന്ന, ഈ വചനം പഠിപ്പിക്കുന്ന ഞാനും മനുഷ്യൻ. ഐ എം നോട്ട് എ ഗോഡ്, ഞാൻ ദൈവമല്ല. നമുക്ക് മോട്ടിവേഷൻ നൽകുന്ന ഗുരുക്കന്മാർ, നമ്മുടെ ബലഹീനതയിൽ എപ്പോഴാണോ ദൈവിക ശക്തി ചോർന്നു പോകുന്നതെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ശക്തി പകരുന്ന, നമുക്ക് ബലം പകരുന്ന ഗുരുക്കന്മാർ, ദൈവഭക്തന്മാർ എക്കാലത്തും നമുക്ക് ദേശത്തിന്, ലോകത്തിന് അനിവാര്യമാണ്. മറന്നു പോകരുത്. ഇവിടെ വേദപുസ്തകം പറയുന്നു അപവാദി, പിശാചിന് കൊടുക്കപ്പെട്ട പേരാണ് അപവാദി. മറ്റൊന്ന്, പിശാചിനെ പഴയ പാമ്പ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഭൂതലത്തെ തെറ്റ് ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിച്ച സാത്താൻ ഇവിടെ ശപിക്കപ്പെടുകയാണ്. അവനെയാണ് പഴയ പാമ്പ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിശാചിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ 10:10 വ്യക്തമായി യേശു പറഞ്ഞിട്ടുണ്ട്. മോഷ്ടിക്കുവാൻ, കൊല്ലുവാൻ, നശിപ്പിപ്പാൻ അല്ലാതെ കള്ളൻ വരുന്നില്ല, ഈ അപവാദി വരുന്നില്ല. ടു സ്റ്റീൽ, ടു കിൽ ആൻഡ് ടു ഡിസ്ട്രോയ്. മോഷ്ടിപ്പാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും. അപ്പോൾ പിശാച് എല്ലായ്പ്പോഴും മനുഷ്യനെ ആക്രമിക്കുവാൻ നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ്. എന്നെയും നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. നമുക്കുള്ള അല്പശക്തി ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ നാം സംരക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്കുള്ളിൽ സംരക്ഷിക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥന, ആരാധന, വേദവചന പഠനം, ദൈവത്തുള്ള കൂട്ടായ്മ, ഇതിൽ ഞാൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പിശാച് ചിലപ്പോഴും നമ്മെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് 1 പത്രോസ് 5:8 മുതൽ 8-9 പറഞ്ഞിരിക്കുന്നത്, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. ആരോട്? പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിപ്പിൻ. ആമീൻ. എൻ്റെ വിശ്വാസത്തിൽ ഞാൻ സ്ഥിരത കാണിക്കണം. എൻ്റെ ചുറ്റുപാടുകൾ മാറി മാറി, എൻ്റെ സാഹചര്യങ്ങൾ മാറി മറിയുന്നു, ലോകം മാറി മറിയുന്നുണ്ട്, ശാസ്ത്രം വളരുന്നു. പക്ഷേ എൻ്റെ വിശ്വാസത്തിൽ ഞാൻ സ്ഥിരതയോടെ ഇരിക്കണം. യെസ്, മൈ ജീസസ്, വൺ ഹൂ സേവ്ഡ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തെ രക്ഷിച്ച, എനിക്ക് രക്ഷ നൽകിയ ക്രിസ്തു, ആ വിശ്വാസത്തിൽ ഞാൻ സ്ഥിരതയോടെ നിൽക്കും എന്ന ചിന്ത. ഒരു ശക്തിക്കും എന്നെ തോൽപ്പിക്കുവാൻ കഴിയില്ല. ഒരു ശക്തിക്കും എന്നെ യേശുവിൽ നിന്ന് അകറ്റുവാൻ കഴിയില്ല. ദൈവ വിശ്വാസത്തിൽ നിന്ന്
ഒരു ശക്തിക്കും എന്നെ തകർത്ത് കളയുവാൻ, അകറ്റിക്കളയുവാൻ കഴിയുകയില്ല എന്ന പൂർണ്ണ വിശ്വാസം, ഒരു ബോധ്യം നമുക്കുണ്ടാകണം. പിശാച് എപ്പോഴും ശ്രമിക്കുന്നത് വിശ്വാസത്തിൽ ബലഹീനരായവരെയാണ് ടാർഗറ്റ് ഇടുന്നത്. ആരാണോ വിശ്വാസത്തിൽ ബലഹീനൻ അവരെ ടാർഗറ്റ് ഇടും. ആത്മീയത്തിൽ ബലഹീനരായവർ, മറ്റ് വിശ്വാസം ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ, ഈ 3 പേരെയാണ് പിശാച് ടാർഗറ്റ് ഇടുന്നത്. വിശ്വാസത്തിൽ ബലഹീനരായവർ, ആത്മീയ ജീവിതത്തിൽ ആത്മാവിൽ ബലഹീനരായവർ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ. ഞാൻ പറഞ്ഞു വരുന്നത് നല്ല കൂട്ടായ്മ ബന്ധമില്ലാതെ ഈ ഒറ്റപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്നത് വി ക്യാൻ സ്റ്റാൻഡ്. ബട്ട് ശരിയായ പ്രാർത്ഥനാ ജീവിതവും ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ വി ക്യാൻ സ്റ്റാൻഡ്. ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. അത്രയും നമുക്ക് ഇൻറ്റിമസി, വചന പഠനവും പ്രാർത്ഥനയും സിസ്റ്റമാറ്റിക് ലൈഫും നമുക്ക് നിൽക്കാൻ കഴിയും. പക്ഷേ അതൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വീണു പോകും, പിശാച് വീഴ്ത്തും. വിശ്വാസത്തിൽ ബലഹീനരായവരെയാണ് ഒരുപാട് പേരെ ക്രിസ്ത്യാനികൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാരണം പേരും എല്ലാ പത്രാസും കാണും, പക്ഷേ പ്രാർത്ഥന കാണില്ല, ദൈവവചന പഠനം കാണില്ല, ദൈവത്തോടുള്ള കൂട്ടായ്മ കാണില്ല, ഒരു ബന്ധവും കാണില്ല. അവരെയൊക്കെ പിശാച് തൻ്റെ വലയത്തിലാക്കി വെച്ചിരിക്കുകയാണ്. അവരുടെ ഹൃദയങ്ങളിൽ പിശാചിൻ്റെ ആധിപത്യമാണ് നടക്കുന്നത്. മറന്നു പോകരുത്. ഇവിടെ ദൈവം പിശാചിന് അനുവാദം നൽകിയെന്ന് പല സ്ഥലത്ത് കാണുവാനായി സാധിക്കും. ഞാനും പറഞ്ഞു, ദൈവത്തിൻ്റെ അധികാര പരിധിയിൽ പ്രവർത്തിക്കുവാൻ ദൈവം പിശാചിന് അനുവാദം നൽകുകയാണ്. എങ്കിലും നമ്മുടെ ദൈവം നിയന്ത്രണത്തിലാണ്. അവർ ഗോഡ് ഈസ് സ്റ്റിൽ ഇൻ കൺട്രോൾ. നമ്മുടെ ദൈവം ഇന്നും കൺട്രോളിലാണ്. പിശാചിനെ പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്തു എന്ന് പറഞ്ഞ് ഒരിക്കലും എന്ത് സംഭവിക്കുന്നില്ല, നമ്മുടെ ദേശത്തിന് മാറ്റം സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ചേഞ്ചസ് നടക്കുന്നില്ല. കാരണം ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ദൈവത്തിൻ്റെ ശക്തി കുറയുന്നില്ല. ഇപ്പം എവിടെയൊക്കെ നാം പ്രാർത്ഥിക്കുന്നു, എവിടെയൊക്കെ അവിടെയൊന്നും ദൈവത്തിൻ്റെ ശക്തി കുറയുന്നില്ല. ദൈവം അനുവാദം കൊടുക്കുന്നു, പക്ഷേ ദൈവം നിയന്ത്രണത്തിലാണ് എന്ന കാര്യം മറന്നു പോകരുത്. സാത്താനെ തകർക്കുവാനുള്ള പൂർണ്ണമായ ശക്തി നമ്മുടെ യേശുവിന് ഉണ്ട് എന്നത് മറക്കരുത്. മാനവ ജനതയ്ക്കായി, അവിടെ പാപങ്ങൾക്കായി എപ്പോഴാണോ യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റത്, അപ്പോൾ യേശു പിശാചിനെ ജയിക്കുകയുണ്ടായി എന്ന തത്വം നമുക്കറിയാവുന്നതാണ്. ഒടുവിലായി ഞാൻ പറയുന്നത്, ഒരിക്കൽ പിശാച് ബന്ധിക്കപ്പെടും. എന്നേക്കുമായുള്ളൊരു ബന്ധനമായിരിക്കും. പിന്നെ ഒരിക്കലും പിശാചിന് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. എന്നേക്കുമായുള്ള ബന്ധനത്തിൽ പിശാചിനെ ആക്കി തീർക്കുകയാണ്. അത്തരത്തിലായിരിക്കും ബന്ധനം, പ്രിയമുള്ളവരെ. ഇനി ഒരിക്കലും ദൈവജനത്തിന് ദോഷം വരാത്ത രീതിയിലുള്ള ഒരു ബന്ധനമായിരിക്കും ക്രിസ്തുനാഥൻ നൽകുന്നത്. കാരണം വെളിപ്പാട് പുസ്തകം 20:10 പറയുന്നു, എന്ന് നമ്മൾ പിന്നെ പഠിക്കും, അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. നോക്കണേ, പിശാചിനെ മൃഗവും കള്ളപ്രവാചകൻ കിടക്കുന്ന ഗന്ധക തീപ്പൊയ്ക എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെ ഇടുന്നത് ഗന്ധക തീപ്പൊയ്കയിലാണ്, പിശാചിന് സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ് വിക്ടറി ബിലോങ്സ് ടു ഗാഡ്. ദൈവത്തിനാണ് പരിപൂർണമായ ഒടുവിലത്തെ വിജയമെന്ന് മറന്നു പോകരുത്. ആരാണോ വിജയിക്കുന്നത്, ആ ജീവനുള്ള, എപ്പോഴും വിജയിക്കുന്ന ദൈവത്തിനോടൊപ്പം നിൽക്കുക. ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും. ഇത്രയും നാളത്തെ നമ്മുടെ പ്രത്യാശ, നമ്മുടെ ആശ, ആഗ്രഹം നിത്യതയിൽ പ്രവേശിക്കണമെന്നുള്ളത് തന്നെയാണ്. അവിടെ പ്രവേശിക്കുവാൻ ഹൃദയത്തെ ഒരിക്കലും പിശാചിന് വിൽക്കരുത്. നിങ്ങളുടെ ജീവിതത്തെ പിശാചിന് കൊടുക്കരുത്. പിശാചിനോട് ഒരു സഖ്യതയും അരുത്, ഒരു കോംപ്രമൈസും അരുത്. ഭക്ഷണം കിട്ടാതെ വന്നാൽ പോലും, വസ്ത്രം കിട്ടാതെ വന്നാൽ പോലും, പിശാചുമായിട്ട് ഒരു സ്ഥാനമാനം ലഭിച്ചില്ല പോലും പിശാചുമായി ഒരിക്കലും ഒരു കോംപ്രമൈസും അരുത്. ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായി സംഭരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിലേക്ക് ഒരുങ്ങാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിലേക്കായി നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഇന്ന് നൽകിയ നല്ല പഠനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പിശാച് ആരെന്നും എങ്ങനെയാണെന്നൊക്കെ ഞങ്ങളെ കർത്താവെ വ്യക്തമായി അവിടെ നിങ്ങൾ പഠിപ്പിച്ചല്ലോ. സ്തോത്രം. ഇത് ഞങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധയോടെ കരുതലോടെ ജീവിതത്തിൽ മുന്നേറി ചെല്ലുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ ഒരുക്കി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയുമാറണമേ. അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ പകരുമാറണം. അങ്ങല്ലാതെ ഒരു നന്മ ഞങ്ങൾക്കില്ല, അങ്ങല്ലാതെ ഒരു ശക്തി ഞങ്ങൾക്കില്ല. അവിടുന്ന് ഒരു പുതുബലവും പുതുജീവനും ഞങ്ങളുടെ ജീവിതത്തിന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ, കരുതിയല്ലോ അപ്പ. കർത്താവെ, വചനം പഠിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, കേട്ട പഠിച്ച കാര്യങ്ങൾ ശ്രദ്ധയോടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകാതെ ഇന്നത്തെ ദൈനംദിന ചുറ്റുപാടുകൾ നിന്നുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സാത്താനിടം കൊടുക്കാതെ ജീവിതത്തിൽ മുന്നേറി ചെല്ലുവാൻ അവിടുത്തെ ആത്മാവ് ഞങ്ങൾ ഒരുക്കണം. വീണ്ടും അടുത്ത ഭാഗം ഞങ്ങൾ കേൾക്കുന്നതുവരെയും ദൈവം ഞങ്ങളെ കാത്തുകൊള്ളണം, കൃപയിൽ സൂക്ഷിക്കണം. യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. പ്രിയമുള്ളവരെ, നമുക്ക് വീണ്ടും അടുത്ത ഭാഗത്ത് കാണാം. അതുവരെ നമുക്ക് വചനം പഠിക്കാം, ധ്യാനിക്കാം, കർത്താവിൻ്റെ വരവിലേക്കായി ഒരുങ്ങാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആയതിലേക്കായി നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.